Welcome all. Today we will discuss about 25 important electronics viva questions. മിക്ക എക്സാമിനും വൈവ ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ? ആക്ച്വലി ഇലക്ട്രോണിക്സ് ഈസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ കറൻസ് ഇൻ semiconductor materials, vacuum tubes, etc. Where electrical deals with the current in conductors only. രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മെറ്റീരിയൽ? ഈ ലോകത്തിലുള്ള വസ്തുക്കളെ അതിൻ്റെ കണ്ടക്ടിവിറ്റിക്ക് അനുസരിച്ച് പ്രധാനമായിട്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആ കണ്ടക്ടിവിറ്റി എന്നത് എനർജി ഗ്യാപ്പിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ എനർജി ഗ്യാപ്പ് എന്നത് ഒരു ആറ്റത്തിലെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ആ ഒരു എനർജി ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് എനർജി ഗ്യാപ്പ്. ഒരു കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ എനർജി ഗ്യാപ്പ് 0 ആണ്. സോ അതുകൊണ്ട് കണ്ടക്ടറിന് കണ്ടക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. സോ ഒന്നാമത്തെ കാറ്റഗറി കണ്ടക്ടറാണ്, എനർജി ഗ്യാപ്പ് 0 ആണ്. രണ്ടാമത്തെ കാറ്റഗറി സെമി കണ്ടക്ടേഴ്സ് ആണ്, എനർജി ഗ്യാപ്പ് നാരോർ ആണ്. അതൊരു സിലിക്കൺ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണെങ്കിൽ 1.1 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും എനർജി ഗ്യാപ്പ്. ജർമ്മനി ആണെങ്കിൽ അത് 0.7 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. മൂന്നാമത്തെ കാറ്റഗറി ഇൻസുലേറ്റർ ആണ്. ആ എനർജി ഗ്യാപ്പ് എന്നത് വളരെ വലുതാണ്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കാം. വാട്ട് ആർ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് കണ്ടക്ടേഴ്സ്? ഒരു ആക്ച്വലി ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയലാണ് കണ്ടക്ടർ. ആ കണ്ടക്ടറിനേക്കാൾ കണ്ടക്ടിവിറ്റി കുറവും എന്നാൽ ഇൻസുലേറ്ററിനേക്കാൾ കണ്ടക്ടിവിറ്റി കൂടിയ മെറ്റീരിയലാണ് സെമി കണ്ടക്ടർ. ഈ ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ എൻ്റെ വാലൻസ് ബാൻഡിൽ 4 ഇലക്ട്രോൺസ് കാണും. ഒരു കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ എൻ്റെ വാലൻസ് ബാൻഡിൽ മോർ ദാൻ 4 ഇലക്ട്രോൺസ് കാണും. എക്സാമ്പിൾ അലുമിനിയം ഒക്കെ കണ്ടക്ടറിന് എക്സാമ്പിളാണ്. ജർമേനിയം സിലിക്കൺ ആണ് സെമി കണ്ടക്ടറിന് എക്സാമ്പിൾ. നമുക്ക് നാലാമത്തെ ക്വസ്റ്റിലേക്ക് കൊടുക്കാം. Difference between intrinsic and extrinsic semiconductor. So semiconductors are further classified as intrinsic and extrinsic semiconductor. Purest form semiconductor നെ വിളിക്കുന്ന പേരാണ് intrinsic semiconductor. പ്യുവർ ഫോം ആയിരിക്കും അല്ലേ. സോ ഇത്തരം പ്യൂറസ്റ്റ് ഫോം ഓഫ് സെമികണ്ടക്ടറിന് കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. സോ ആ സെമി കണ്ടക്ടറിലേക്ക് നമ്മളൊരു എക്സ്റ്റേണൽ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്ത് അത് കണ്ടക്ടിവിറ്റി കൂട്ടും. അങ്ങനെ കിട്ടുന്ന സെമി കണ്ടക്ടറിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ. സോ എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ ഫോം ചെയ്യുന്നത് പ്യുവർ ആയിട്ടുള്ള ഇൻട്രൻസിക് സെമി കണ്ടക്ടറിലേക്ക് എക്സ്റ്റേണൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ. സോ എക്സ്റ്റേണൽ ഇമ്പ്യൂരിറ്റി ട്രൈവാലന്റ് ആകാം, പെൻറ്റാവാലന്റ് ആകാം. സോ ട്രൈവാലന്റ് ആയിട്ട് ആഡ് ചെയ്ത് പി ടൈപ്പും പെൻറ്റാവാലന്റ് ആഡ് ചെയ്ത് എൻ ടൈപ്പും കിട്ടി. സോ അത് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ടൈപ്സ് ഇൻ എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ ആൻഡ് ഹൗ ദേ ആർ ഫോംഡ്? മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു എക്സ്ട്രൻസിക് സെമി കണ്ടക്ടറിന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്നത് പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ആണ്. സോ ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടറിലേക്ക് ഇമ്പ്യൂരിറ്റി ആറ്റം ഒരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആറ്റംസ് ലൈക്ക് ആർസെനിക് അല്ലെങ്കിൽ ആന്റിമണി അല്ലെങ്കിൽ ഫോസ്ഫറസ് ഒക്കെ ആഡ് ചെയ്താണ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഫോം ചെയ്യുന്നത്. പലപ്പോഴും ചോദിക്കാം, പല ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ വൈവൈക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ഫോം ചെയ്യുന്നതെന്ന്. ഒരു ഇൻട്രൻസിക് സെമി കണ്ടക്ടറിലേക്ക് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആ ഒരു ക്വസ്റ്റിനുള്ളിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിക്ക് എക്സാമ്പിൾ ഏത്? ആർസെനിക്, ആന്റിമണി, ഫോസ്ഫറസ് ഒക്കെ എന്താണ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിക്ക് എക്സാമ്പിൾ ആണ്. സോ ബൈ ആഡിങ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആർസെനിക്, antimony, phosphorus to phosphorus, p-type semiconductors are created. By adding pentavalent impurities like aluminum, boron, n-type semiconductors are created. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഡോപ്പിംഗ്? സോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു. സോ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ വി വിൽ ആഡ് എക്സ്റ്റേണൽ ഇമ്പ്യൂരിറ്റീസ്. So the process of adding external impurities to an intrinsic semiconductor for increasing its conductivity is called doping. The process of adding impurities. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡോപ്പിംഗ് എന്ന് വിളിക്കുന്നത്. സോ അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. How the PN junction is formed? എങ്ങനെയാണ് ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്? സോ ബൈ കമ്പൈനിങ് എ പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എ പി എൻ ജംഗ്ഷൻ ഈസ് ഫോംഡ്. ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും? ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യും. ആ പി ടൈപ്പിന്റെയും എൻ ടൈപ്പിന്റെയും ബൗണ്ടറിയിൽ ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യും അല്ലേ. സോ അതിനോട് ചേർന്നുള്ള അടുത്തൊരു ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് ബാരിയർ പൊട്ടൻഷ്യൽ ഓർ കട്ട് ഇൻ വോൾട്ടേജ്? സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ദ ബാരിയർ പൊട്ടൻഷ്യൽ ഓർ കട്ട് ഇൻ വോൾട്ടേജ് എന്ന് വെച്ചാൽ ദ ഫോർവേഡ് വോൾട്ടേജ് അറ്റ് വിച്ച് ദ കറന്റ് ത്രൂ ദ ജംഗ്ഷൻ സ്റ്റാർട്ട് ഇൻക്രീസ് റാപ്പിഡ്ലി. ആദ്യം ആക്ച്വലി നമ്മളൊരു പി എൻ ജംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വോൾട്ടേജ് കൊടുത്തെന്ന് പറഞ്ഞാൽ അവിടെ കൂടി കണ്ടക്ഷൻ നടക്കുകയില്ല. ആ ഒരു ജംഗ്ഷനിലെ ബാരിയറിനെ ഓവർകം ചെയ്തെങ്കിൽ മാത്രമേ അവിടെ കണ്ടക്ഷൻ നടക്കുകയുള്ളൂ. സോ ദ ഫോർവേഡ് വോൾട്ടേജ് അറ്റ് വിച്ച് ദ കറന്റ് ത്രൂ ദ ജംഗ്ഷൻ സ്റ്റാർട്ട്സ് ഇൻക്രീസിങ് ഈസ് കോൾഡ് കട്ട് ഇൻ വോൾട്ടേജ് ഓർ ബാരിയർ പൊട്ടൻഷ്യൽ. അത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ അനുസരിച്ച് ഒരു ഡയോഡിന്റെ കട്ട് ഇൻ വോൾട്ടേജ് മാറും. അതൊരു സിലിക്കൺ ടൈപ്പ് ആണെങ്കിൽ, ഒരു സിലിക്കൺ സെമി കണ്ടക്ടർ ആണെങ്കിൽ ആ കട്ട് ഇൻ വോൾട്ടേജ് 0.7 വോൾട്ട് ആണ്. ശ്രദ്ധിക്കുക, സിലിക്കന്റെ കട്ട് ഇൻ വോൾട്ടേജ് അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ 0.7 വോൾട്ട് ആണ്. ഒരു ജെർമേനിയം ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ അതിന്റെ കട്ട് ഇൻ വോൾട്ടേജ് 0.3 വോൾട്ട് ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഫോർവേഡ് ബയാസിംഗ് ആൻഡ് റിവേഴ്സ് ബയാസിംഗ്? ഡയോഡ്, ഒരു ഡയോഡിലെ ആനോഡ് വോൾട്ടേജ് കാഥോഡ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് അതിനെ ഫോർവേഡ് ബയസ് എന്ന് പറയും. ഇനി ആനോഡ് വോൾട്ടേജ് കാഥോഡ് വോൾട്ടേജിനേക്കാൾ കുറവാണെങ്കിൽ തന്നെ നമുക്ക് റിവേഴ്സ് ബയസിംഗ് ആണ്. ഇനി നമുക്ക് ഒരു ബാറ്ററി വെച്ച് നമുക്ക് ഈ ഫോർവേഡ് ബയസും റിവേഴ്സ് ബയസും പറയാം. ആക്ച്വലി ബയാസ് എന്ന് വെച്ചാൽ ഒരു ഡയോഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിവൈസിലേക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബയാസിംഗ്. നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡയോഡിന്റെ പോസിറ്റീവ് ടെർമിനലിൽ ബാറ്ററിയുടെ പോസിറ്റീവും ഡയോഡിന്റെ നെഗറ്റീവ് ടെർമിനലായ കാഥോഡിൽ ബാറ്ററിയുടെ നെഗറ്റീവുമാണ് കണക്ട് ചെയ്യണമെങ്കിൽ അതിനെ ഫോർവേഡ് ബയാസ് എന്ന് വിളിക്കും. സോ ഫോർവേഡ് ബയാസിംഗ് മാത്രമേ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യൂ. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഡയോഡിന്റെ കാഥോഡിൽ ബാറ്ററിയുടെ പോസിറ്റീവും ഡയോഡിന്റെ ആനോഡിൽ ബാറ്ററിയുടെ നെഗറ്റീവ് ആണെങ്കിൽ അതിനെ റിവേഴ്സ് ബയാസിംഗ് എന്ന് വിളിക്കാം. സോ ഫോർവേഡ് ബയസിങ്ങും റിവേഴ്സ് ബയസിങ്ങും. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിഫ്യൂഷൻ ആൻഡ് ഡ്രിഫ്റ്റ് കറണ്ട്? ഒരു ഡയോഡിൽ 2 ടൈപ്പ് ഓഫ് കറണ്ട് നമുക്ക് പറയാം, ഡിഫ്യൂഷൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് കറണ്ട്. ആക്ച്വലി ഡ്രിഫ്റ്റ് കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈഡ്. ഇഫ് ദർ ഇസ് നോ ഇലക്ട്രിക് ഫീൽഡ് ദർ ഇസ് നോ ഡ്രിഫ്റ്റ് കറണ്ട്. Diffusion current occurred even though there is not an electric field. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ പോലും ഡിഫ്യൂഷൻ കറണ്ട് ഒക്കർ ചെയ്യും. പക്ഷേ ഡ്രിഫ്റ്റ് കറണ്ട് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രിഫ്റ്റ് കറണ്ട് നടക്കുകയുള്ളൂ. ഡിഫ്യൂഷൻ കറണ്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ പോലും അവിടെ ഡിഫ്യൂഷൻ കറണ്ടിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ PIV, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് വെച്ചാൽ ഒരു ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കുമ്പോൾ അതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം വോൾട്ടേജിന് വിളിക്കുന്ന പേരാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ഡയോഡ് ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദ ഡയോഡ് ഇഫ് ദ വോൾട്ടേജ് അക്രോസ് ദ ജംഗ്ഷൻ എക്സീഡ്സ് ദ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്. അണ്ടർ റിവേഴ്സ് ബയാസ് കണ്ടീഷൻ ദ ജംഗ്ഷൻ ഗെറ്റ് ഡാമേജ്. ആ ഡയോഡ് ഡാമേജ് ആയി പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡിഫൈൻ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഇറ്റ് ഈസ് എ കറണ്ട് ഡ്യൂ ടു ദ diffusive flow of minority electrons from p side to n side and minority holes from n side to p side. സോ ഒരു ഡയോഡിനെ റിവേഴ്സ് ബയസ് ചെയ്യുമ്പോൾ ആ റിവേഴ്സ് ബയസിംഗിൽ പി സൈഡിൽ നിന്നും എന്താണ് നോക്കുക, ഇറ്റ് ഈസ് ദ കറണ്ട് ഡ്യൂ ടു ദ diffusive flow of minority electrons from p side to n side and minority holes from n side to p side. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു വി ടെസ്റ്റ് എ ഡയോഡ് യൂസിങ് മൾട്ടിമീറ്റർ? ഒരു ഡയോഡിനെ മൾട്ടിമീറ്റർ യൂസ് ചെയ്ത് എങ്ങനെ ചെക്ക് ചെയ്യാന്ന്. സോ നമുക്കറിയാം ഡയോഡിൽ പോസിറ്റീവ് ആനോഡും ഉണ്ട് കാഥോഡ് ടെർമിനലും ഉണ്ട് അല്ലേ. സോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഡയോഡിന്റെ ആനോഡ് നമ്മുടെ മൾട്ടിമീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ കാഥോഡ് മൾട്ടിമീറ്ററിന്റെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഡിസ്പ്ലേയിൽ നമ്മൾ ആദ്യം ആ ഡയോഡ് ഡയോഡ് അതിന്റെ സെലക്ഷൻ പ്രോബ് ഡയോഡിന്റെ സിമ്പിളിലേക്ക് ഇടുക. അപ്പം നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, എങ്ങനെ ആനോഡ് പോസിറ്റീവിലും കാഥോഡ് നെഗറ്റീവിലും കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 0.3 to 0.7 കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയോഡ് നല്ലതാണ്. അതിന് താഴെയാണെങ്കിൽ നമ്മുടെ ഡയോഡ് ഡാമേജ്ഡ് ആയിരിക്കും. സോ അടുത്ത ക്വസ്റ്റ്യൻ, what is transformer and what are the different types? ട്രാൻസ്ഫോമർ ആക്ച്വലി എന്താണ്, ഒരു AC വോൾട്ടേജിനെ അപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഡൗൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ. ആ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നത് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ആണ്. when two coils are placed nearly then voltage transfer will take place അല്ലെ. 2 കോയിൽ അടുത്തടുത്തുണ്ടെങ്കിൽ നമുക്കറിയാം മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയൊക്കെയാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. സോ ട്രാൻസ്ഫോമറിന്റെ ടൈപ്സ് എന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്. AC-ലാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റെക്ടിഫയർ, ഫിൽറ്റർ, റെഗുലേറ്റർ? മൂന്നും കൂടി ഒരുമിച്ച് അല്ലെ. എന്താണ് റെക്ടിഫയർ എന്ന്? അപ്പോൾ റെക്ടിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലായോ. റെക്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് AC to DC is called rectification and the devices which perform rectification is called rectifier.
അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് ഫിൽറ്ററുകൾ. ഓക്കെ, അപ്പോൾ റെക്ടിഫിക്കേഷന് ശേഷവും വരുന്ന സിഗ്നലിനകത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള എ സി കമ്പോണൻസ് കാണും. അതിന് വിളിക്കുന്ന പേരാണ് റിപ്പിൾസ്. ആ റിപ്പിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സർക്യൂട്ടറിക്ക് വിളിക്കുന്ന പേരാണ് ഫിൽറ്റർ. സോ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. റെഗുലേറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഡി സിനെ ഫിക്സഡ് ഡി സി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, what are the various types in rectifier and which one is best and why? There are mainly different types of rectifier like a half wave rectifier, full wave rectifier, full wave bridge rectifier, center tap rectifier, etc. ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് ഈ റെക്ടിഫയറിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന് പറയാം. ബ്രിഡ്ജ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയറിലെ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് ബെസ്റ്റ്. അതെന്നാന്ന് വെച്ചാൽ PIV അതിൻ്റെ കേസിൽ ലെസ് ആണ്, എഫിഷ്യൻസി മോർ ആണ്, റിപ്പിൾ ഫാക്ടർ ലെസ് ആണ്, TUF മോർ കൂടുതലാണ്, പീക്ക് ഫാക്ടർ ലെസ് ആണ്, അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ കോസ്റ്റും വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഈ റെക്ടിഫയറുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള റെക്ടിഫയറിന് നമുക്ക് സെലക്ഷൻ വേണ്ടി എടുക്കുമ്പം നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയർ തന്നെ യൂസ് ചെയ്യണമായിരിക്കും നല്ലത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ലൈൻ റെഗുലേഷൻ ആൻഡ് ലോഡ് റെഗുലേഷൻ. സോ അതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ലൈൻ റെഗുലേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ചിങ് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ചേഞ്ചിങ് ഇൻപുട്ട് വോൾട്ടേജ്. സോ ലൈൻ റെഗുലേഷൻ ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ചിങ് ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ചേഞ്ചിങ് ഇൻപുട്ട് വോൾട്ടേജ്. അടുത്ത് ലോഡ് റെഗുലേഷൻ. ലോഡ് റെഗുലേഷൻ എന്നത് ഇറ്റ്സ് എ റേഷ്യോ ബിറ്റ്വീൻ the difference between no load voltage to full load voltage by no load voltage. No load voltage minus full load voltage by no load voltage ആണ് load regulation. So അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ട്രാൻസിസ്റ്റർ ആൻഡ് വൈ ഇറ്റ് ഈസ് കോൾഡ് ലൈക്ക് ദാറ്റ്. മിക്ക ഇന്റർവ്യൂ ക്വസ്റ്റ്യനിലും അല്ലെ വൈവ ക്വസ്റ്റ്യനും ചോദിക്കണം, എന്താണ് ട്രാൻസിസ്റ്റർ, എന്തുകൊണ്ട് അതിനെ ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കണം. ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ആക്റ്റീവ് ഡിവൈസ്, ഒരു ഇലക്ട്രോണിക്സിലെ ആക്റ്റീവ് ഡിവൈസ് ആണ്. ഇതിനെ എന്തുകൊണ്ട് ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കാൻ കഴിയും? ബിക്കോസ് ഇറ്റ് ട്രാൻസ്ഫർ ദ ഇൻപുട്ട് സിഗ്നൽ ഫ്രം എ ലോ റെസിസ്റ്റൻസ് ടു ഹൈ റെസിസ്റ്റൻസ്. ട്രാൻസ്ഫർ ഇൻപുട്ട് സിഗ്നൽ ഫ്രം എ ലോ റെസിസ്റ്റൻസ് ടു high resistance. That's why it is called transistor. Transfer resistor, ഒരു low resistance റീജിയനിൽ നിന്നും ഹൈ റെസിസ്റ്റൻസ് റീജിയനിലേക്കുള്ള ട്രാൻസ്ഫർ. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിച്ചത്? ട്രാൻസിസ്റ്റർ എന്ന് വിളിച്ചത്. ട്രാൻസിസ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെമ്പറാണ് BJT എന്ന് പറയും, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. സോ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക, വാട്ട് ഈസ് BJT? എക്സ്പ്ലെയിൻ അബൌട്ട് ഇറ്റ്സ് ടെർമിനൽ, വാട്ട് ആർ ദ ടൈപ്സ് ആൻഡ് വിച്ച് ടൈപ്പ് ഈസ് ബെറ്റർ, വൈ. സോ കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുക അല്ലേ. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിലെ അതിനെ എന്തുകൊണ്ട് ബൈപോളാർ എന്ന് വിളിക്കാൻ കാര്യം, ഈ ട്രാൻസിസ്റ്ററിന്റെ കറണ്ട് ഫ്ലോയിൽ, അതിന്റെ വർക്കിങ്ങിൽ അല്ലെ അതിലൂടെയുള്ള കറണ്ട് ഫ്ലോയിൽ രണ്ടുപേരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. മെജോറിറ്റി കാരിയറിന്റെ ഇൻവോൾവ്മെന്റും ഉണ്ട്, മൈനോറിറ്റി കാരിയറിന്റെ ഇൻവോൾവ്മെന്റും ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രോൺസിന്റെ ഫ്ലോ കാരണവും ഹോൾസിന്റെ ഫ്ലോ കാരണവും ഈ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൽ കറണ്ട് ഫ്ലോ ഉണ്ടാകും. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ BJT എന്ന് പറയും, ബൈപോളാർ. ഓക്കെ, ഈ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ രണ്ട് ടൈപ്പ് ഉണ്ട്. NPN ടൈപ്പ് ഉണ്ട്, PNP ടൈപ്പ് ഉണ്ട്. NPN ടൈപ്പ് ഉണ്ട്, PNP ടൈപ്പ് ഉണ്ട്. ഈ NPN ടൈപ്പ്, PNP ടൈപ്പ്. NPN ടൈപ്പ് എന്ന് വെച്ചാൽ ആദ്യത്തെ എമിറ്റർ N ടൈപ്പ്, ബേസ് P ടൈപ്പ്, കളക്ടർ N ടൈപ്പ്. PNP എന്ന് വെച്ചാൽ എമിറ്റർ P ടൈപ്പ്, ബേസ് N ടൈപ്പ്, കളക്ടർ എന്താണ് P ടൈപ്പ്. സോ രണ്ട് ടൈപ്പ് NPN ഉണ്ട്, PNP ഉണ്ട്. ഈ രണ്ട് ട്രാൻസിസ്റ്ററിൽ NPN ട്രാൻസിസ്റ്റർ ആണ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ. എന്താണെന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് പെർഫോമൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ NPN ട്രാൻസിസ്റ്ററിന്റെ സ്പീഡാണ് PNPനേക്കാൾ കൂടുതൽ. അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കുക, NPN ട്രാൻസിസ്റ്ററിലെ മെജോറിറ്റി കാരിയർ, അവിടുത്തെ മെയിൻ ഫ്ലോ, കറണ്ട് ഫ്ലോ ആര് കാരണം? ഇലക്ട്രോൺസ് കാരണം. അപ്പോൾ ഹോൾസും ഇലക്ട്രോൺസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിന് മൊബിലിറ്റി കൂടുതലാണ്, സ്പീഡ് കൂടുതലാണ്. സോ അതുകൊണ്ട് ഈ NPN ട്രാൻസിസ്റ്റർ ആണ് ബെസ്റ്റ് എന്ന് നമുക്കറിയാം. മൊബിലിറ്റി വെച്ച് അല്ലെ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ വെക്കുമ്പോൾ നമുക്ക് NPN ട്രാൻസിസ്റ്റർ ആയിരിക്കും PNP ട്രാൻസിസ്റ്ററിനേക്കാൾ ബെറ്റർ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ ഓഫ് ട്രാൻസിസ്റ്റർ? ട്രാൻസിസ്റ്ററിന്റെ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ ഏതൊക്കെയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആക്ച്വലി ട്രാൻസിസ്റ്ററിന് 3 ടെർമിനലാണ് ഉള്ളത്. എമിറ്റർ ഉണ്ട്, ബേസ് ഉണ്ട്, കളക്ടർ ഉണ്ട്. അപ്പോൾ 3 ടെർമിനൽ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ട്രാൻസിസ്റ്റർ നമ്മൾ പല ആപ്ലിക്കേഷൻ യൂസ് ചെയ്യും. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള ആ ഒരു ആപ്ലിക്കേഷനിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ആംപ്ലിഫയറിന് 4 ജംഗ്ഷൻ വേണം, അല്ലെങ്കിൽ 4 ടെർമിനൽ വേണം.
ജംഗ്ഷനിൽ 4 ടെർമിനൽ വേണം. സോ ഇൻപുട്ടിൽ 2 ടെർമിനൽ വേണം, ഔട്ട്പുട്ടിലും 2 ടെർമിനൽ വേണം. സോ ഇങ്ങനെ നമുക്ക് ട്രാൻസിഷൻ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ട്രാൻസിഷൻ്റെ ഏതെങ്കിലും ഒരു ടെർമിനലിനെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് നിർത്തും. സോ ഡിപ്പെൻഡിങ് അപ്പോൺ വിച്ച് ടെർമിനൽ ഓഫ് ദ ട്രാൻസിസ്റ്റർ ഈസ് മെയ്ഡ് കോമൺ ടു ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, ദർ ആർ 3 transistor configuration, mainly common emitter configuration, common base configuration and common collector configuration. In common emitter configuration, the emitter terminal of the transistor is made common to both input and output. That's why it is called common emitter configuration. In common base configuration, the base terminal of the transistor is made common to both input and output. That is called common base configuration. And finally, common collector configuration, the collector terminal is made common to input and output. So CE, CB, CC. So അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ കട്ട് ഓഫ്, ആക്റ്റീവ് ആൻഡ് സാച്ചുറേഷൻ റീജിയൻ. ഒരു ട്രാൻസിസ്റ്ററിലെ 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ ആണ് കട്ട് ഓഫ് റീജിയൻ, ആക്റ്റീവ് റീജിയൻ ആൻഡ് സാച്ചുറേഷൻ. കട്ട് ഓഫ് റീജിയനിൽ ബോത്ത് എമിറ്റർ ഇൻപുട്ട് ജംഗ്ഷനും ഔട്ട്പുട്ട് ജംഗ്ഷനും റിവേഴ്സ് ബയസ്. എമിറ്റർ ജംഗ്ഷൻ ആൻഡ് കളക്ടർ ജംഗ്ഷൻ എന്തായിരിക്കും? റിവേഴ്സ് ബയസ്. ആക്റ്റീവ് റീജിയനിൽ ഇൻപുട്ട് ഫോർവേഡ് ബയസ് ആയിരിക്കും, ഔട്ട്പുട്ട് റിവേഴ്സ് ബയസ് ആയിരിക്കും. സാച്ചുറേഷൻ റീജിയനിൽ ഇൻപുട്ടും ഫോർവേഡ് ബയസ് ആയിരിക്കും, ഔട്ട്പുട്ടും ഫോർവേഡ് ബയസ് ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഏർലി എഫക്റ്റ്, അല്ലെങ്കിൽ ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ബേസ് വിഡ്ത്ത് മോഡുലേഷൻ. ബേസ് വിഡ്ത്ത് മോഡുലേഷൻ അല്ലെങ്കിൽ ഏർലി എഫക്റ്റ്. Early effect എന്ന് വെച്ചാൽ the variation in base width of BJT due to the variation in applied base collector voltage. ഒരു റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെ ഡിക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു ട്രാൻസിസ്റ്ററിന്റെ ബേസിന്റെ വിഡ്ത്ത് വേരി ചെയ്യുന്ന ആ ഒരു ഫിനോമിനയ്ക്ക് വിളിക്കുന്ന പേരാണ് ഏർലി എഫക്റ്റ് ഓർ ബേസ് വിഡ്ത്ത് മോഡുലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പെർഫോമൻസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ആസ് ആൻ ഇലക്ട്രോണിക് സ്വിച്ച്. വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രാൻസിസ്റ്റർ ആസ് എ സ്വിച്ച്. ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് ഒരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? നമ്മൾ 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻ പറഞ്ഞു, കട്ട് ഓഫ് റീജിയൻ, ആക്റ്റീവ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ. സോ നമ്മുടെ ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. സ്വിച്ച് എന്താ? ഓൺ ഓഫ് സ്വിച്ച്. ഓക്കെ, വെൻ ട്രാൻസിസ്റ്റർ ഈസ് ഇൻ കട്ട് ഓഫ് ഇറ്റ് വർക്ക് ആസ് ഓഫ് സ്വിച്ച്. ഒരു ഓഫ് സ്വിച്ച് ആണ്. ട്രാൻസിസ്റ്ററിനെ കട്ട് ഓഫിലാണ് നമ്മൾ ബയസ് ചെയ്തെങ്കിൽ അത് ഒരു ഓഫ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. വെൻ ട്രാൻസിസ്റ്റർ ഈസ് ഇൻ സാച്ചുറേഷൻ ഇറ്റ് വർക്ക് ആസ് ആൻ ഓപ്പൺ സ്വിച്ച്. അത് ഓൺ ആവും, ഓൺ സ്വിച്ച്. സോ ഓഫ്. കട്ട് ഓഫിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓഫ് ആയിരിക്കും. സാച്ചുറേഷനിലാണ് അത് വർക്ക് ചെയ്യണമെങ്കിൽ അത് എന്തായിരിക്കും? ഓൺ സ്വിച്ച് ആയിരിക്കും. അടുത്തത്, is the BJT transistor is a current control device or voltage control device. അത് ഒരു BJT ഒരു current controlled device ആണ്. current controlled device. Last one, draw the symbolic representation of NPN and PNPN transistor. So നമ്മൾ 3 ടെർമിനൽ കൺസിഡർ ചെയ്യണം. ഏതൊക്കെയാണ്? ബേസ്, കളക്ടർ, എമിറ്റർ. സോ ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ. ഇതാണ് PNP ട്രാൻസിസ്റ്ററിന്റെ സിമ്പിൾ. നമ്മൾ ഈ സിമ്പിൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ എമിറ്റർ ടെർമിനലിലെ കറണ്ടിന്റെ ഡയറക്ഷനാണ് നോക്കണം. NPN ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഈ ജംഗ്ഷനിൽ നിന്നും വെളിയിലേക്ക് പോകുന്നത്, എവേ ഫ്രം ദ ജംഗ്ഷൻ. NPN ആണെങ്കിൽ, PNP ആണെങ്കിൽ ടുവേർഡ്സ് ദ ജംഗ്ഷൻ ആയിട്ട് കാണിക്കണം. ഓക്കെ.